ഗുഡ് ഈവനിങ് ചിൽഡ്രൻ. സോ നമ്മൾ ഓൾറെഡി റോസാ പാർക്കായിരുന്നു ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് എടുക്കുന്നത്. എന്തായാലും ഇപ്പോൾ സോവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്കിതൊന്ന് വേഗം കംപ്ലീറ്റ് ചെയ്തിട്ട് സോവറിലേക്ക് കിടക്കാം. ഞാൻ കുറച്ച് ഡിലേ ആയി, പ്ലീസ് ഫോർഗീവ് മീ. സോറി ചോദിക്കുകയാണ് ഞാൻ. സോ നീലാഞ്ജന ടീച്ചർ കുറച്ചെടുത്തിരുന്നു എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് സമ്മപ്പ് ചെയ്തിട്ട് തുടങ്ങുകയാണ്. സോ നമുക്കറിയാം റോസാ പാർക്ക് വാസ് എ വെരി കോമൺ ലേഡി ജസ്റ്റ് ബിഫോർ ദിസ് മൂവ്മെൻറ്റ്. ഇത് ഈ ഒരു എന്താ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപ് വരെ ഷി വാസ് എ വെരി കോമൺ ലേഡി. ഷി വാസ് എ വെരി കോമൺ വുമൺ. ബട്ട് ആഫ്റ്റർ ദിസ് ഷി ബിക്കെയിം എ പോപ്പുലർ ലീഡർ, റൈറ്റ്? സോ എങ്ങനെയാണ് ആ ഒരു ട്രാൻസിഷൻ, ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് വന്നതെന്നാണ് നമ്മൾ ഈ ഇവൻറ്റിലൂടെ നമ്മൾ കാണുന്നത്. സോ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു. വെൻ ദ ലെസൺ സ്റ്റാർട്ട്സ് വി ആർ ഫെമിലിയർ വിത്ത് റോസ ആസ് എ കോമൺ വുമൻ and she was working in a shopkeepers in a at the end of the day she was totally tired and she wanted to sit down somewhere. And when she entered the bus, there was so many vacant seats and she just sit down on one seat. But what happened when the white passengers entered into the bus, all the black passengers starting to get up. They all one after the other all starting get up, and the white passengers start sitting on that particular seat. But what about Rosa? She was not willing to stand up. She was not ready to left his seat. Just she was thinking that why I have to leave the seat. I am paying the same amount as a white passenger gives. So why? What is the reason? സോ ഞാനും അവരെ പോലെ തന്നെയാണല്ലോ. ഞാനാണെങ്കിൽ ഐ എം ടോട്ടലി ടയേർഡ്. ഐ എം ടോട്ടലി ടയേർഡ് വിത്ത് മൈ വർക്ക്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു സിറ്റ് ഡൗൺ. ഞാൻ ആ വ്യക്തി കൊടുക്കുന്ന ഒരു വൈറ്റ് പാസഞ്ചർ കൊടുക്കുന്ന അതേ ബസ് ഫെയർ തന്നെയാണ് ഞാനും കൊടുക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് എഴുന്നേൽക്കുന്നതെന്നാണ് റോസ ചിന്തിച്ചത്. ഓരോ ബ്ലാക്ക് പാസഞ്ചേഴ്സും മാറിയെങ്കിലും റോസ വാസ് നോട്ട് റെഡി ഫോർ ദാറ്റ്. ആൻഡ് അറ്റ് ലാസ്റ്റ് വാട്ട് ഹാപ്പൻ? The driver started shouting at Rosa. Why? Because when white passengers entered into the bus, quite normally, as a black passenger, the driver expect Rosa to get up from that seat. But she was not ready to do that. അതായിരുന്നു പ്രശ്നം. അങ്ങനെ എന്ത് സംഭവിച്ചു? This driver started shouting at that black lady. But after all, she was not ready to get away from that particular seat. അല്ലേ? എത്ര ശ്രമിച്ചിട്ടും അവൾ അതിൽ നിന്ന് എഴുന്നേൽക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. സോ ഷി ജസ്റ്റ് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. പലരും പല രീതിയിലും പലരും ദേഷ്യത്തിലുള്ള നോട്ടങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഷി വാസ് നോട്ട് റെഡി ടു ലീവ് ദ സീറ്റ്. അറ്റ് ലാസ്റ്റ് വാട്ട് ഹാപ്പൻ? ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ടു ദ ബാക്ക് എന്നൊക്കെ നമ്മളോട് ഡ്രൈവറും പലരുമൊക്കെ ഷൗട്ട് ചെയ്തു. But she did not get up. The driver got off the bus and brought up the police. Even the driver was not ready to take the bus. ഒരു വൈറ്റ് പാസഞ്ചറെ നിർത്തിക്കൊണ്ട് ബസ് ഡ്രൈവ് ചെയ്യാൻ, അതൊരു ബ്ലാക്ക് പാസഞ്ചർ ഇരുന്നുകൊണ്ട്. അതായിരുന്നു പ്രശ്നം. വൈറ്റ് പാസഞ്ചർ നിന്നാൽ കുഴപ്പമില്ല, പക്ഷെ അവിടെ ഒരു ബ്ലാക്ക് പാസഞ്ചർ ഇരിക്കുകയും വൈറ്റ് പാസഞ്ചർ നിൽക്കുകയും ചെയ്യുന്നത് they felt it as awkward. And അതിന് വേണ്ടിയിട്ട് ഡ്രൈവർ ചെന്നിട്ട് he just called the police, and police entered into the bus. And what happened? She did not, even then she was not ready to leave the seat. The driver got up the bus and brought the police in, and they arrested Rosa. Said he had broken the laws. അതിന് the police they arrested Rosa. അവരെന്തായിരുന്നു അതിന് എക്സ്പ്ലനേഷൻ പറഞ്ഞത്? റോസാ പാർക്ക് നിയമം ലംഘിച്ചു എന്നാണ് അവർ അതിന് പറഞ്ഞത്. നിയമം ലംഘിച്ചതുകൊണ്ട് റോസാ പാർക്കിനെ അറസ്റ്റ് ചെയ്തു. ആൻഡ് ദേ സെൻഡ് ഹെർ ടു ജയിൽ. ഇനിയാണ് നമ്മൾ നോക്കുന്നത്. The news of Rosa's arrest soon spread all over the town,
and the black people all of Montgomery decided to fight for her come out of the jail. But the main thing happened just beneath this was the whole people, the whole black people, they started supporting റോസ. അതായിരുന്നു ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം, ഏറ്റവും വലിയൊരു ട്രാൻസിഷൻ അവിടെ സംഭവിച്ചത്. അതുവരെ all of them, these black people, they were actually suffering. They were actually suppressing this rules. അവരുടെ മൈൻഡിൽ, വിത്തിൻ ദെയർ മൈൻഡ്, ദേ വെയർ ആക്ച്വലി സപ്രസിങ് ദീസ് റിവെഞ്ച് ടുവേർഡ്സ് ദിസ് വൈറ്റ് പീപ്പിൾ. അവരുടെ ഈ ഒരു എന്താ മാർജിനലൈസേഷനും ഇതൊക്കെ അവർ എന്താ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്ത് ചെയ്തത്, ഒരാൾ റെസ്പോണ്ട് ചെയ്തപ്പോൾ ആ ഒരാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടുത്തെ എല്ലാവരും തയ്യാറായി എന്നുള്ളതാണ്. ദ ബ്ലാക്ക് പീപ്പിൾ ഓഫ് മോണ്ട്ഗോമറി ഡിസൈഡഡ് ടു ഫൈറ്റ് ഫോർ ഹർ ടു കം ഔട്ട് ഓഫ് ദ ജയിൽ. ബ്ലാക്ക് പീപ്പിൾ സപ്പോർട്ട് ചെയ്യാണ്, ഡിസൈഡഡ്, അവരെല്ലാവരും കൂടി തീരുമാനിച്ചു നമ്മുടെ റോസ പുറത്ത് വരുന്നവരെ റോസയെ സപ്പോർട്ട് ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. ദേ നോ ദേ കുഡ് നോട്ട് ഫൈറ്റ് വിത്ത് ദ പോലീസ് ആൻഡ് ദേ ഡിസൈഡഡ് ടു ഫൈറ്റ് വിത്ത് ദ ബസ് കമ്പനി ഇൻസ്റ്റഡ്. അവർക്കറിയാം അവർക്ക് പോലീസിനോട് ഫൈറ്റ് ചെയ്ത് അവർക്ക് വിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് പകരമായിട്ട് അവർ കണ്ടെത്തിയ ഒരു മാർഗം ബസ് കമ്പനീസിനോട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. They boycotted the buses and this means they stopped using them. ഒരു സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് എന്താ ഒരു ഒപ്പോസിഷനായിരുന്നു അവർ സ്വീകരിച്ചത്. കാരണം അവരെന്താ ചെയ്തത്, they boycotted the bus, they leave the bus, they stopped traveling in buses. അവരതായിരുന്നു ചെയ്തത്. അവർ കംപ്ലീറ്റ് ആയിട്ട് ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത് അവരങ്ങ് സ്റ്റോപ്പ് ചെയ്തു. നമ്മളുടെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മളുടെ ഗാന്ധിജിയൊക്കെ ഫോളോ ചെയ്ത ഒരു അഹിംസ രീതി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ എന്താ അഹിംസേനേക്കാൾ കൂടുതൽ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയും. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു മാർഗ്ഗമാണ് ഇവിടെ കാണുന്നത്. സഹകരിക്കാതിരിക്കുക എന്നുള്ളതും ഒരു സമരമുറയാണ്. ആ നിസ്സഹകരണമാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ എന്താ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന ഒരു ഭാഗമാണിത് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം പോലെ തന്നെയാണ് ഇവിടെയും ഇവർ സ്വീകരിച്ച ഒരു മാർഗമായിരുന്നു നിസ്സഹകരണം. പോലീസ് ബസ്സുകളിൽ ട്രാവൽ ചെയ്യാതെയാണ് അവർ ആ നിസ്സഹകരണം പ്രകടമാക്കിയത്. This means that they stopped using them and no black passenger, they said, will use the city buses until Rosa Park is free. റോസാ പാർക്ക് ഫ്രീ ആവുന്നതുവരെ ഒരു ബ്ലാക്ക് പാസഞ്ചർ പോലും ബസ്സുകൾ ഉപയോഗിക്കില്ല എന്നവർ തീരുമാനിക്കുകയാണ്. സോ നമ്മൾ ഇൻസ്റ്റഡ് ദേ വെൻറ്റ് ടു വർക്ക് ഇൻ പ്രൈവറ്റ് കാർസ് ആൻഡ് ഷെയർഡ് ദ കോസ്റ്റ് ഓഫ് ടാക്സീസ്. അവരതിന് പകരം കണ്ടുപിടിച്ച മാർഗം അവർ തന്നെ അവരുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് യൂസ് ചെയ്തിട്ട് അവർ പരസ്പരം പൈസ ഷെയർ ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു ടാക്സിയിൽ അല്ലെങ്കിൽ ഒരു എന്താ അവരുടെ തന്നെ പ്രൈവറ്റ് വെഹിക്കിൾസിൽ അവർ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അവർ കംപ്ലീറ്റ് ആയിട്ട് ബസ് ഉപേക്ഷിച്ചു. The Montgomery bus boycotted went on this way for more than a year and it lasted exactly 381 days. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഏകദേശം ഒരു 1 ഇയറോളം ഇതിവരെ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. ഡ്യൂറിങ് ദ ബോയ്ക്കോട്ട് ദ ബസ് കമ്പനി ലോസ് millions of dollars. അപ്പോൾ അത് ഒരു നിസ്സാര കാര്യമായിരുന്നില്ല. അവർ ബസ് ഉപേക്ഷിച്ചതോടുകൂടി ബസ് കമ്പനി ഹാഡ് എ ബിഗ് ലോസ്, almost millions of dollars, and this was because there were many more black bus users than white users. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്തായിരുന്നു, വൈറ്റ് യൂസേഴ്സിനെക്കാളും കൂടുതൽ ബസ് ഉപയോഗിച്ചിരുന്നത്, വളരെയധികം കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ബ്ലാക്ക് പാസഞ്ചേഴ്സാണ്. ആ ബ്ലാക്ക് പാസഞ്ചേഴ്സ് ബസ് ഉപേക്ഷിച്ചതോടുകൂടി ബസ് കമ്പനീസ് നഷ്ടത്തിലായി. സോ വിത്തൗട്ട് ബ്ലാക്ക് പാസഞ്ചേഴ്സ് ബസ്സസ് റാൻ ഓൾമോസ്റ്റ് എംറ്റി. കംപ്ലീറ്റ്ലി ഒഴിഞ്ഞു പോകാൻ തുടങ്ങി ബസ്സസ്സൊക്കെ. അപ്പോൾ അതിൽ യാത്രക്കാരില്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു പോകാൻ തുടങ്ങി. മീൻ വൈൽ റോസ പാർക്ക് വാസ് ട്രൈഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ആൻഡ് ദ ജഡ്ജ് ഓർഡർഡ് ഹെർ ടു പേ എ ഫൈൻ. He said she had broken the law of segregation. ഇപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്, റോസാ പാർക്കിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ. റോസാ പാർക്കിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ജഡ്ജ് ഓർഡർ ചെയ്യാണ്
എന്താ ഓർഡർ ചെയ്തത്? ഫൈൻ പേ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു സെഗ്രിഗേഷൻ്റെ സെഗ്രിഗേഷൻ മീൻസ് ഒരു സെപ്പറേഷൻ, ഒരാളെ വേർതിരിച്ച് നിർത്തുക, ആ ഒരു സെഗ്രിഗേഷൻ്റെ ലോ ആണ് ഭേദിച്ചിരിക്കുന്നതെന്നായിരുന്നു അവൾക്കെതിരെയുള്ള ആരോപണം. സോ റോസാസ് ലോയേഴ്സ് അഡ്വൈസ്ഡ് ഹെർ നോട്ട് ടു പേ ദ ഫൈൻ ആൻഡ് ഷീ ടുക്ക് ദെയർ അഡ്വൈസ് ആൻഡ് ദെൻ ദേ വെൻറ്റ് ഓൺ ദ ഹയർ കോർട്ട്സ്. അവിടെ റോസാപാക്കിൻ്റെ വക്കീലന്മാർ റോസാപാക്കിനോട് പറഞ്ഞു ഷീ നെവർ വോണ്ട് ടു പേ ദ ഫൈൻ. അങ്ങനെ വീണ്ടും അവളുടെ അറസ്റ്റിൻ്റെ ആ ഒരു, അല്ലെങ്കിൽ അവൾ ജയിലിൽ കിടക്കേണ്ടത് കണ്ടിന്യൂ ചെയ്തുവെങ്കിലും ഹൈക്കോർട്ടിലേക്ക് കേസ് പോയി. ആൻഡ് ഫൈനലി ദ ഹൈക്കോർട്ട്, ദ അമേരിക്കൻ, അവിടെ നിന്നും ഹൈക്കോർട്ടിൽ നിന്ന് വീണ്ടും കേസ് അമേരിക്കൻ സുപ്രീം കോർട്ടിലേക്ക് പോയി. ദ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് സെഡ് ദാറ്റ് ദ സെഗ്രിഗേഷൻ വാസ് അൺലോഫുൾ ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസസ്. ദേ സെഡ് ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദ ലോ ഓഫ് ദ കൺട്രി. അവസാനം അവർ ഇത് അമേരിക്കൻ സുപ്രീം കോർട്ടിലെത്തിയപ്പോൾ ജഡ്ജസ് വാദിച്ചു. എന്താണ് വാദിച്ചത്? ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് സെഡ് ദാറ്റ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് അൺലോഫുള്ളാണ്, നിയമവിരുദ്ധമാണ്, അത് രാജ്യത്തിൻ്റെ നിയമത്തിന് എതിരാണ് എന്നുള്ളൊരു വ്യവസ്ഥ വന്നു. അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമത്തിനെതിരാണ് ഈ ഒരു സെപ്പറേഷൻ. ഒരു രാജ്യമാകുമ്പോൾ ആ രാജ്യത്തെ എല്ലാവരും ഒരുപോലെ കാണണമല്ലോ, എല്ലാ സിറ്റിസനും ഒരുപോലെയാണ്. അപ്പോൾ ഈ സെഗ്രിഗേഷൻ്റെ നിയമം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നിയമത്തിനെതിരാണ് എന്നുള്ള ഒരു ചർച്ച വന്നതോടുകൂടി അത് തെറ്റാണ്, അല്ലെങ്കിൽ റോസാ പാർക്ക് ശരിയാണെന്ന് അവിടെ വ്യാഖ്യാനിക്കപ്പെട്ടു, അല്ലെങ്കിൽ റോസാ പാർക്ക് ശരിയാണെന്ന് അവിടെ തെളിയിക്കപ്പെട്ടു. സോ ഇറ്റ് വാസ് ദാറ്റ് റോസാ പാർക്ക് വാസ് സാറ്റ് സ്റ്റിൽ ആൻഡ് ഇറ്റ് മൂവ്ഡ് മില്യൻസ് ഓഫ് മൈൻഡ്സ്. റോസാ പാർക്കിൻ്റെ ഒരു സാധാരണക്കാരിയായിരുന്ന റോസാ പാർക്കിൻ്റെ ആ ഒരു സ്റ്റിൽനെസ്, ആ ഒരു സ്റ്റെബിലിറ്റി, അവരും അന്ന് വിചാരിക്കുകയാണ്, ഇപ്പോൾ ഇവരൊക്കെ ഇത്രയും കമ്പൽ ചെയ്യാണ്, ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും ഈ നിയമം മാറില്ലായിരുന്നു. അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഫാമിലിയെക്കുറിച്ച് ഓർക്കണം, ഞാൻ എന്തിനാണ് ഇത്രയും നാളും വെറുതെ ജയിലിൽ കിടന്നത് എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇത്രയും പേര് അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല, അല്ലെങ്കിൽ അവരൊരിക്കലും ഒരു പബ്ലിക് ഫിഗറായിട്ട് മാറില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ നിയമം ഒരിക്കലും മാറ്റപ്പെടില്ലായിരുന്നു. So she began. So it was that Rosa Parks sat still and moved in millions of minds. She began the Black American people's fight for the fairness and justice to all human beings. So അവിടെ അവൾ തുടങ്ങി വയ്ക്കുകയാണ് അമേരിക്കൻ പീപ്പിൾസ് ഫൈറ്റ് ഫോർ ദ ഫെയർനെസ്, ജസ്റ്റിസിനും അല്ലെങ്കിൽ ന്യായത്തിനും ആ ഒരു ഫെയർ റൂൾസിനും വേണ്ടി ഫൈറ്റ് ചെയ്യാണ്. എല്ലാ ഹ്യൂമൻ ബീയിങ്സിന് വേണ്ടിയിട്ടാണ് അവൾ ആ ഒരു ഫൈറ്റ് നടത്തിയത്. സോ അമേരിക്കൻ കോൾ ഹർ ദ മദർ ഓഫ് ബ്ലാക്ക് സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ്. അണ്ടർലൈൻ ചെയ്യാതെ അവളെ അതുകൊണ്ട് വിളിക്കുന്നത് സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ്സിൻ്റെ, ബ്ലാക്ക് സിവിൽ റൈറ്റ് മൂവ്മെൻറ്റിൻ്റെ മാതാവ് എന്നാണ് അവൾ അറിയപ്പെടുന്നത്. സോ സിവിൽ റൈറ്റ്സ് ആർ ദ റൈറ്റ്സ് ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, നിങ്ങൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിക്കുന്നതാണ്. സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു കോമൺ മാൻ്റെ അവകാശങ്ങളെയാണ് ഒരു രാജ്യത്തിൽ, ഒരു കൺട്രിയിൽ ഒരു സിറ്റിസൻ്റെ റൈറ്റ്സ് ആണ് സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ മെനി ഇയേഴ്സ് ബിഫോർ റോസാ പാർക്ക് സാറ്റ് സ്റ്റിൽ ഇൻ ദ ബസ്, സംതിങ് എൽസ് ഹാപ്പൻഡ് ഇൻ അദർ കൺട്രി. അപ്പോൾ ഇവിടെ അന്ന് റോസാ പാർക്ക് ഇരുന്ന അതേപോലെ തന്നെ അതിന് മുൻപ്, അല്ലെങ്കിൽ സംതിങ് എൽസ് ഹാപ്പൻഡ് ഇൻ അതർ കൺട്രി, ആ സമയത്ത് അതിനൊക്കെ മുൻപായിട്ട് വേറൊരു സ്ഥലത്ത് വേറൊരു കാര്യം സംഭവിച്ചു. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. നമ്മൾ ഗാന്ധി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീൻ ശരിക്കും മനസ്സിലാകും. ഇവിടെ ഒരു സെഗ്രിഗേഷന് വളരെയധികം സഫർ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും നമ്മൾക്ക് മൈൻഡ് ലെവലിൽ നമുക്ക് ഏറ്റവും വാത്സല്യപൂർവ്വം കൊണ്ട് നടക്കുന്ന ഒരു ഫിഗർ അല്ലേ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. A man called Mohandas Karamchand Gandhi was sat still in a train in South Africa. ഇതുപോലെ സൗത്ത് ആഫ്രിക്കയിലേക്കുള്ള ഒരു ട്രെയിൻ ജേർണിയിൽ അവിടെ ഗാന്ധി ഇതുപോലെ എഴുന്നേറ്റ് കൊടുക്കാൻ തയ്യാറാവാതിരിക്കുകയും ദ വൈറ്റ് പാസഞ്ചേഴ്സ് ത്രൂ ഹിം ഔട്ട്. അവിടെ ആ ട്രെയിൻ നിർത്തി. അത് പലപ്പോഴും ആ ഗാന്ധി എന്ന ഫിലിമിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സിൽ പലപ്പോഴും കാണിക്കുന്നതാണ്. ഒരു ട്രെയിൻ നിർത്തിയിട്ട് ഗാന്ധിയെ പുറത്തേക്ക് തള്ളിയിടുന്നതും ഗാന്ധിയുടെ മുഴുവൻ സാധനങ്ങളും പുറത്തേക്ക് എറിയുന്നതും ഒക്കെ. കാരണം ഒരു ബാരിസ്റ്റർ എന്നുള്ള രീതിയിൽ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയ ഗാന്ധി അവിടെ അല്ലെങ്കിൽ ആ പോകുന്ന വഴിക്ക് അനുഭവിച്ച സഫറിങ്സ് ആണത്.
So he refused to get off, and the white passengers threw him out. And there are many other stories of his courage and of the courage others got from him to fight for their rights. അപ്പോൾ അതിൽ നമ്മൾ കാണുന്നത് ഗാന്ധി എന്നുള്ള ഒരു വ്യക്തി അവിടെ നിന്നതുകൊണ്ട് അദ്ദേഹം എത്ര പേർക്ക് ആ ഒരു കറേജ് കൊടുത്തു എന്നുള്ളതും അതുകൊണ്ട് എത്ര പേരുടെ മൈൻഡ്സ് ചേഞ്ച് ചെയ്തു എന്നുള്ളതും നമ്മൾ അനുഭവിച്ചതാണ്. അത് ആ ഒരു ശരിക്കും പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള എക്സ്പീരിയൻസസ് ആണ് ഗാന്ധിക്ക് കറേജ് കൊടുത്തതിൻ്റെ ഒരു മെയിൻ റീസൺ. സൗത്ത് ആഫ്രിക്കയിലെ ഫൈറ്റിങ്സ് ആണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു അതിനൊക്കെ മുൻപ് നടന്നതാണത്. പക്ഷേ ആ ഒരു ഇന്നർ കറേജ് കൊടുത്തതിൻ്റെ ഒരു മെയിൻ കാരണം സൗത്ത് ആഫ്രിക്കയിലുള്ള ഈ സെപ്പറേഷൻ ഒരു ഫൈറ്റിംഗ് ലീഡർ എന്നുള്ള രീതിയിലേക്ക് ഗാന്ധിയെ നറിഷ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യം, ഇവൻ ഗാന്ധിജി ആയാലും ശരി, ഈ പറയുന്ന നമ്മളുടെ റോസാ പാർക്ക് ആയാലും ശരി, ദേ വേർ കോമൺ പീപ്പിൾ വൺസ് അല്ലേ. ഒരു സമയത്ത് അവരൊരു സാധാരണ വ്യക്തിയായിരുന്നു, നമ്മളെ പോലെയുള്ള ഒരു സാധാരണ വ്യക്തിയായിരുന്നു. അവർ ഒരിക്കൽ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായത് കൊണ്ടാണ് കുറേയധികം പേര് അവരെ സപ്പോർട്ട് ചെയ്തതും കുറേയധികം നിയമങ്ങൾ മാറ്റപ്പെട്ടതും കുറേയധികം മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിച്ചതും. ഇപ്പം അവരും വിചാരിക്കുകയാണ്, ഓക്കെ ഞങ്ങളുടെ കാര്യം ചിന്തിച്ചാൽ മതിയില്ലേ, ഞങ്ങൾക്ക് സേഫായിട്ടുള്ള കാര്യം ചിന്തിച്ചാൽ മതി, ഞങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയില്ലേ എന്ന് വിചാരിച്ചാൽ അവിടെയും മാറ്റം വരില്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു തുടക്കം, ആരിൽ നിന്നെങ്കിലും ഒരു തുടക്കം സംഭവിക്കുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് അതിനെതിരെ ശബ്ദമുയർത്താനുള്ള ശക്തി ഉണ്ടാവുക. അവരാണ് പിന്നീട് ഒരു പക്ഷേ ലീഡേഴ്സായിട്ട് മാറുക. ഒരു പക്ഷേ ലീഡേഴ്സ് ആയില്ലെങ്കിൽ പോലും സമൂഹത്തിനൊരു വലിയ ചേഞ്ച് കൊണ്ടുവരാനും സമൂഹത്തിലെ മറ്റുള്ളവർക്ക് സ്ട്രെങ്ത് കൊടുക്കാനും ഒക്കെ സാധിക്കുക അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നാണ്. ഓക്കെ, ഇതാണ് നമ്മൾ റോസാ പാർക്കിൽ നമുക്ക് പറയാനുള്ളത്.